നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും സാധാരണക്കാരാണ് പറയുന്നതെങ്കിൽ ജനങ്ങൾ അയാളെ പിടിച്ച് ഭ്രാന്താശുപത്രിയിൽ പ്രവേശിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മറ്റുള്ളവരെ പോലെയല്ല തന്നെ ദൈവം നേരിട്ട് ഭൂമിയിലേക്ക് അയച്ചതാണെന്ന് മോദി പറഞ്ഞിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിഹാസം. ഡൽഹിയുടെ വടക്കുകിഴക്കൻ പ്രദേശമായ ദർശൻഗാഡിന് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസ് സ്ഥാനാർത്ഥി കനകയ്യ കുമാറിന് വേണ്ടി സംഘടിപ്പിച്ച പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. देश के प्रधानमंत्री चमचों के सामने इंटरव्यू में खुल के कहते हैं मैं बायोलॉजिकल नहीं हूं, मुझे परमात्मा ने ऊपर से भेजा है, मिशन के लिए भेजा है. सड़क पे आपको ये कोई कह दे तो आप उसे क्या कहोगे? उसे कहोगे भैया माफ करो, काम अपना करो, हमें अपना काम करने दो. और उनके चमचे क्या कहते हैं? वाह 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 वाह, क्या बात बोली. परमात्मा ने भेजा है, प्रधानमंत्री को परमात्मा ने भेजा. भैया कैसा भेजा है? परमात्मा ने भेजा. और कोविड के समय कहते हैं लाशों की ढेर पड़ी हैं गंगा में, यहां पे यमुना पार हजारों लोग अस्पतालों के सामने, अंदर नहीं सामने लेटकर आखिरी सांस तोड़ रहे हैं. जिनको परमात्मा ने भेजा है वो आके कहते हैं भाई और बहनों मोबाइल फोन की लाइट जला दो. फिर युवा कहते हैं भैया हमें रोजगार दीजिए. जिसको परमात्मा ने भेजा है वो कहते हैं भैया एक काम करो, ये जो नालियां होती है ना इसमें गैस होती है, एक पाइप लो उसको नाली में डालो, पाइप में से गैस निकलेगी, गैस में आग लगाओ और पकौड़े बनाओ. भैया परमात्मा जी आपने कैसा आदमी भेज दिया. अजीब सी बात यह है कि ये सिर्फ 22 लोगों के लिए काम करते हैं. अदानी जी के लिए, अंबानी जी के लिए, वो जो भी चाहते हैं 2 मिनट में मोदी जी कर देते हैं. और गरीब जनता 24 घंटा हाथ जोड़ के कर्जा माफी मांगे, सड़क मांगे, अस्पताल मांगे, शिक्षा मांगे, नरेंद्र मोदी बस देखते रहते हैं. ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നതിനു വേണ്ടി ദൈവം തന്നെ നേരിട്ട് ഭൂമിയിലേക്ക് അയച്ചു എന്നാണ് ബിജെപിയുടെ നേതാവ് പറയുന്നത്. എന്നാൽ അദ്ദേഹം ആകെ നല്ലത് ചെയ്യുന്നത് 22 പേർക്ക് വേണ്ടി മാത്രമാണ്. പാവങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നാണ് രാഹുൽ പറയുന്നത്. അംബാനിയുടെയും അദാനിയുടെയും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് മോദി പ്രവർത്തിക്കുന്നത്. രാജ്യത്തിന്റെ സമ്പാദ്യങ്ങളായ റെയിലും തുറമുഖങ്ങളും വിമാനത്താവളങ്ങളുമെല്ലാം അവർ അദാനിക്ക് നൽകി കഴിഞ്ഞു. അതേസമയം പാവപ്പെട്ടവർ ലോണോ റോഡുകളോ ആശുപത്രികളോ നല്ല വിദ്യാഭ്യാസമോ എന്തൊക്കെ ചോദിച്ചാലും മോദി ഒന്നും ചെയ്യില്ല എന്നും ദൈവം നേരിട്ടയച്ച ഒരാൾ സമ്പന്നതയ്ക്ക് വേണ്ടി മാത്രം നല്ലത് ചെയ്യുന്നത് വിചിത്രമായ കാര്യമാണ് രാഹുൽ പരിഹസിച്ചു. ഇന്ത്യയുടെ ഭരണഘടന വലിച്ചു കീറിക്കളയുമെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. അവർ ഒരിക്കലും നമ്മുടെ ഭരണഘടനയോ ഇന്ത്യൻ പതാകയോ അംഗീകരിച്ചിട്ടില്ല. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ അവർ അത് തുറന്നു സമ്മതിച്ചിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ കൂടിയുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ വിജയം. 1000ഓളം വർഷം പഴക്കമുള്ള നമ്മുടെ പൈതൃകത്തിന്റെ അടയാളമാണ് ഗാന്ധിജിയുടെയും അംബേദ്കറിന്റെയും നെഹ്റുവിന്റെയും ഒക്കെ ജനക്ഷേമപരമായ ആശയങ്ങളുടെ സംഹിതയാണ് നമ്മുടെ ഭരണഘടന. അത് വെറും ഒരു പുസ്തകമല്ല. അതുകൊണ്ട് തന്നെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. രാഹുൽ പറഞ്ഞു. എനിക്ക് BJPയോട് പറയാനുള്ളത് ഇതാണ്. അത്ര എളുപ്പത്തിൽ ഭരണഘടനയെ ഇല്ലാതാക്കാൻ നിങ്ങൾക്കാവില്ലെന്നും നിങ്ങൾ അതിന് തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങളെയും ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളെയും മറികടന്നേ നിങ്ങൾക്കത് ചെയ്യാനാകുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മെയ് 25-നാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ്. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ പരസ്യ പ്രചാരണത്തിന്റെ സമയം അവസാനിക്കും. അതിനു മുമ്പായി അവസാനഘട്ട പ്രചാരണ പരിപാടികളിൽ വ്യാപൃതരായിരിക്കുകയാണ് കോൺഗ്രസ് BJP സ്ഥാനാർത്ഥികളും നേതാക്കളും.